പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ കർത്താവ് അബ്രാഹാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോകുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്വമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രാഹാം പുറപ്പെട്ടു. ലോത്തും അവൻ്റെ കൂടെ തിരിച്ചു. ഹാരാൻ ദേശത്തോട് വിട പറഞ്ഞപ്പോൾ അബ്രാഹാമിന് 75 വയസ്സ് പ്രായമായിരുന്നു. ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളെ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താൽ അനുഗ്രഹത്താൽ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സഹോദരി പൗലോസിയ റോമാനെ സഭയ്ക്ക് ലേഖനം 6-ാം അധ്യായം 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടി. അങ്ങനെ അവന്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ച ശേഷം പിതാവിന്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിന് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. അവന്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവന്റെ പുനരുദ്ധാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യന് അവനോട് കൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമ്മൾക്കറിയാമല്ലോ. എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. നാം ക്രിസ്തുവിനോട് കൂടി മരിച്ചുവെങ്കിൽ അവനോട് കൂടി ജീവിക്കും എന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരെഴുന്ന ഉദ്ധാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം. മരണത്തിന് അവന്റെ മേൽ ഇനി അധികാരമില്ല. അവൻ മരിച്ചു, പാപത്തെ സംബന്ധിച്ചോളം എന്നേക്കുമായി അവൻ മരിച്ചു. അവൻ ജീവിക്കുന്നു, ദൈവത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചോളം മരിച്ചവരാണെന്നും യേശു ക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. അധ്യായം 3:1 മുതൽ 8 വരെ തിരുവചനങ്ങൾ. പരിസേയരിൽ നിക്കോദേമോസിന് പേരുള്ള ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ രാത്രി ഈശോയുടെ അടുത്ത് വന്ന് പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും അങ്ങ് ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. ഈശോ അവനോട് പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. നിക്കോദേമോസ് അവനോട് ചോദിച്ചു, പ്രായമായ ഒരു മനുഷ്യന് എങ്ങനെ ജനിക്കാൻ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച്
അവന് ജനിക്കാൻ കഴിയുമോ? ഈശോ പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. മാംസം നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവുമാണ്. നിങ്ങൾ വീണ്ടും ജനിക്കണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് ഇവിടെ നിന്ന് വരുന്നെന്നോ ഇവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏത് വ്യക്തികളും. മിശിഹായെ സമീപന ഡേവിഡിന്റെ മാതാപിതാക്കളായ ജോമിൻ വർഷ, അവരുടെ പ്രിയപ്പെട്ട ബന്ധുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ ദേവാലയത്തിൽ നമ്മളിന്ന് വളരെ സന്തോഷകരവും കൃപാപൂർണവുമായ ഒരു മുഹൂർത്തത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. ഡേവിഡ് ആന്റണി എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ മകനായിട്ട് മാറുന്ന ഈ വേള ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ആന്റണിയുടെ മേൽ വർഷിക്കപ്പെടുന്ന ഒരവസരം. ഈ അവസരത്തിൽ പ്രത്യേകമായ വിധത്തിൽ ആന്റണിയുടെ മാതാപിതാക്കളെ അനുമോദിക്കുകയാണ്. ജോമിനെ വർഷയെ പ്രത്യേകമായ രീതിയിൽ അനുമോദിക്കുന്നു. കാരണം തങ്ങൾക്ക് ദൈവം നൽകിയ പ്രിയപ്പെട്ട മകനെ ക്രൈസ്തവ വിശ്വാസം വളർത്തുവാനും അവനെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മുമ്പോട്ട് നയിക്കുവാനും അവർ കാണിക്കുന്ന ഈ മനസ്സിന് ദൈവം തീർച്ചയായിട്ടും പ്രതിഫലം നൽകുന്ന കാര്യത്തിൽ സംശയമില്ല. ഈ അവസരത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട്, ഡേവിഡ് ആന്റണി എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ഈ ദേവാലയത്തിൽ മാമോദീസ സ്വീകരിക്കുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. യൂറോപ്പിലൊക്കെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടാകും. യൂറോപ്പിലെ സഭയെക്കുറിച്ചും സംവിധാനങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിവുണ്ടാകും. വെറും ഭൗതികമായ ജീവിത വീക്ഷണത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമായിട്ട് യൂറോപ്യൻ സംസ്കാരത്തിന്റെ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന മറ്റു പല രാജ്യങ്ങളിലെയും ക്രൈസ്തവർ മാറിയിട്ടുണ്ട് എന്നുള്ളത് ദുഃഖസത്യമാണ്. ഇവർ പലപ്പോഴും മാമോദീസ തങ്ങളുടെ മക്കൾക്ക് നൽകാതെ, അവരെ ശരിയായ ക്രൈസ്തവ വിശ്വാസി വളർത്താതെ മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമായിട്ട്, ധാർമ്മിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ട ഒരു സമൂഹമായിട്ട് മാറുന്ന ദുഃഖകരമായിട്ടുള്ള കാഴ്ച നമ്മൾ കാണുന്നതാണ്. എന്നാൽ അതിന് വ്യത്യസ്തമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഡേവിഡിനെ ഈ ദേവാലയം കൊണ്ടുവന്ന് മാമോദീസ നൽകുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന ഒരു സത്യമുണ്ട്. ദൈവമാണ് അവന്റെ സൃഷ്ടാവ് എന്നുള്ള സത്യമുണ്ട്. ദൈവത്തിനാണ് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടതെന്നുള്ള സത്യം. ഇന്ന് ഡേവിഡ് ആന്റണിയായിട്ട് മാറുമ്പോൾ, മാമോദീസയിലൂടെ അവൻ ആന്റണി എന്ന പേര് സ്വീകരിക്കുമ്പോൾ ദൈവത്തിന്റെ പുത്രനായിട്ട് അവൻ മാറുകയാണ്. അവന്റെ ഉത്ഭവ സമയത്തുള്ള എല്ലാ പാപങ്ങളും നീക്കി കളഞ്ഞുകൊണ്ട് അവനെ ഒരു വിശുദ്ധനാക്കി മാറ്റുകയാണ് ദൈവം ഇന്ന് ഈ മാമോദീസയിലൂടെ. ഉത്ഭവ പാപത്തിൽ നിന്നും വിമോചിതനായി അവൻ ദൈവത്തിന്റെ മകനായിട്ട് നിർമ്മാണപ്രാപിക്കുന്ന മനോഹരമായ ഒരു അത്ഭുതമാണ് ഈ ദേവാലയം സമർപ്പിക്കുക. ആദത്തിലൂടെയും ഹവ്വായിലൂടെയും ലോകത്തിൽ പ്രവേശിച്ച ഉത്ഭവപാപം ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴുന്ന ഓരോ ശിശുവും പേരുന്നു എന്ന് നമുക്കറിയാം. മാമോദീസയിലൂടെ ഉത്ഭവ വിമോചിതനായിട്ട് ദൈവത്തിന്റെ മകനായിട്ട് ഡേവിഡ് മാറുകയാണ് ആന്റണി എന്ന പേര് സ്വീകരിച്ചുകൊണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ തിരിച്ചറിയുന്ന മറ്റൊരു കാര്യം, ആന്റണിയുടെ മാതാപിതാക്കളായ ജോമിനും വർഷയും പ്രത്യേകമായ ഒരു ദൗത്യമാണ് ഇന്ന് ആന്റണിയെ മാമോദീസ മുക്കുവാനായിട്ട് ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് നിർവഹിക്കുവാനായിട്ട് പോകുന്നത്. അവർ തുടർന്നുള്ള ജീവിതത്തിൽ അവർ ഏറ്റെടുക്കാൻ പോകുന്ന ഒരു ദൗത്യത്തെ കുറിച്ചും കൂടി അവർ ഈ അവസരത്തിൽ ബോധവാന്മാരും ബോധവതിയും ആയി തീരേണ്ടതുണ്ട്.
ഇന്ന് ക്രൈസ്തവ വിശ്വാസത്തിന് മക്കളെ വളർത്തുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയായി മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക. ഇന്നത്തെ കുടുംബങ്ങളെല്ലാം പ്രത്യേക രീതിയിലുള്ള കുടുംബ രീതിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്ന് നമ്മളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ഇന്നത്തെ കുടുംബത്തെ സ്കൂട്ടർ കുടുംബം എന്ന് വിളിക്കാറുണ്ട്, അണുകുടുംബം എന്ന് വിളിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് സ്കൂട്ടർ കുടുംബം എന്ന് വിളിക്കുക? ഒരു സ്കൂട്ടറിൽ യാത്ര ചെയ്യാവുന്ന അംഗങ്ങൾ മാത്രമേ ഇന്ന് ഒരു കുടുംബത്തിലുള്ളൂ. 2 കുട്ടികളും ഭാര്യയും ഭർത്താവും മാത്രമാണ് ഉള്ളത്. ഈ 4 പേർക്ക് സാധാരണ ഇപ്പോഴുള്ള സ്കൂട്ടറുകളിൽ പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് സ്കൂട്ടർ കുടുംബം എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങൾ സ്കൂട്ടർ കുടുംബങ്ങളായിട്ട് ചുരുങ്ങി എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യം. അത് സഭയ്ക്കും സമൂഹത്തിനും ഒരു ദുരന്തമായിരിക്കും എന്നുള്ള ഒരു കാര്യം മാതാപിതാക്കൾ തിരിച്ചറിയുക. ഇന്ന് ജോബിനും വർഷയും തങ്ങളുടെ പ്രിയപ്പെട്ട ഡേവിഡിനെ ഈ ദേവാലയത്തിൽ കൊണ്ടുവന്ന് മാമോദീസയ്ക്കായിട്ട് സജ്ജീകരിക്കുമ്പോൾ തങ്ങളുടെ ദൗത്യത്തെ കുറിച്ച് ഓർക്കുക. ക്രിസ്തീയ വിശ്വാസത്തിലും മാനുഷിക മൂല്യങ്ങളിലും തങ്ങളുടെ പ്രിയപ്പെട്ട മകനെ വളർത്താനുള്ള ഒരു ഉത്തരവാദിത്വം തങ്ങൾക്കുണ്ട് എന്ന് അവർ തിരിച്ചറിയണം. മൂന്നാമതായിട്ട് നാം തിരിച്ചറിയേണ്ടത് മാതാപിതാക്കള് മക്കൾക്ക് കൊടുക്കുന്ന മൂല്യങ്ങളാണ് മക്കള് ഭാവിയില് ജീവിതത്തില് പ്രാവർത്തികമാക്കുക. അപ്പോൾ മക്കൾക്ക് സ്വന്തമായിട്ട് മൂല്യങ്ങള് ക്രമീകരിക്കാനായിട്ട് സാധിച്ചു എന്ന് വരികയില്ല. മാതാപിതാക്കളുടെ ജീവിത മാതൃകയാണ് മക്കൾക്ക് എപ്പോഴും പ്രചോദനമായിട്ട് അവർക്ക് നിൽക്കുന്നത്. നമ്മളിന്ന് ഡേവിഡിന് ഇവിടെ ഈ ദേവാലയത്തില് മാമോദീസ നൽകുമ്പോൾ ഡേവിഡ് ആന്റണിയായിട്ട് ഈ ദേവാലയത്തിൽ മാറുമ്പോൾ നമുക്ക് ഡേവിഡിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഡേവിഡ് മാതാപിതാക്കളായ ജോബിനും വർഷയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അവര് തങ്ങളുടെ പ്രിയപ്പെട്ട മകനെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ വളർത്തുവാനും ക്രിസ്തീയപരവും മാനുഷികപരവുമായ മൂല്യങ്ങൾ നൽകിക്കൊണ്ട് അവരെ ദൈവത്തിന് പ്രിയങ്കരമായിട്ടുള്ള ഒരു മകനാക്കി വളർത്തുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിനെ വളർച്ചയെ കുറിച്ച് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ പ്രായത്തിലും ജ്ഞാനത്തിലും വളർന്നു വന്നു. നമുക്കറിയാം, പ്രായത്തിൽ വളരാനായിട്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. വർഷങ്ങൾ കഴിയുന്തോറും പ്രായത്തിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ജ്ഞാനത്തിൽ വളരുവാൻ വേണ്ടിയിട്ട്, അറിവിൽ വളരുവാൻ വേണ്ടിയിട്ട്, പക്വതയിൽ വളരാൻ വേണ്ടിയിട്ട് നമ്മുടെ മക്കൾക്ക് നമ്മൾ ജ്ഞാനം വളർന്നു കൊടുക്കണം. പക്വപരമായിട്ടുള്ള മനോഭാവങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തിരുക്കത്തിൽ പങ്കാളികളാകാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നൽകുകയും ചെയ്ത കർത്താവേ, പാപത്തിന് മരിച്ച് നവജീവൻ പ്രാപിക്കുന്ന ഈ ശിശുവിനെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ആലയമായി തീരാൻ ആഗ്രഹിച്ച് നിന്റെ പക്കലേക്ക് എത്തിയിരിക്കുന്ന ഈ ശിശുവിനെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാടിനെ സേവന മാതൃകയുമാകും വിധം ഈ ശിശുവിനെ വളർത്തുവാൻ വേണ്ട കൃപാവരം ഇവന്റെ മാതാപിതാക്കൾക്കും ജ്ഞാനസ്നാന മാതാപിതാക്കൾക്കും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവനെയും തലവനായും മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ ജേക്കബ് മെത്രാനെയും അവരുടെ ശുശ്രൂഷകളെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ജനതകളെയും സുവിശേഷം അറിയിച്ച് ശിക്ഷപ്പെടുത്തി മാമോദീസ നൽകുവാൻ കൽപ്പിച്ച കർത്താവേ, നിന്റെ കൽപ്പന അനുവർത്തിക്കുന്ന ഞങ്ങളെ പാർക്കണമേ. ഭൂമിയിൽ സ്വരാജ്യം സ്ഥാപിക്കുവാൻ നീ നിയോഗിച്ച സഭ ഞങ്ങളിലൂടെ ആ ദൗത്യം പൂർത്തിയാക്കട്ടെ. മറ്റെല്ലാവരും ഒരിടയുടെ കീഴിൽ ഒരാലയത്തിൽ ഒന്നുചേരുന്ന നിന്റെ രക്ഷാകരണ ദിനം വേഗം സംജാതമാകട്ടെ. ഞങ്ങൾ പരികർമ്മം ചെയ്യുന്ന ഈ വിശുദ്ധ കൂദാശ പരിശുദ്ധാത്മാവിനാൽ ഈ ശിശുവിന് നിത്യത്തിലേക്കുള്ള കവാടമായി ഭവിക്കട്ടെ. സകലത്തിന്റെ